സിൽവർ ലൈൻ പാത ബ്രോഡ് ഗേജിൽ വേണമെന്നത് നയമാണെന്ന് റെയിൽവേ. ഇക്കാര്യത്തിൽ വിലപേശൽ നടക്കില്ലെന്ന നിലപാടിലാണ് ദക്ഷിണ റെയിൽവേ. കേരളയിൽ ദക്ഷിണ റെയിൽവേ അവസാനവട്ട ചർച്ചയുടെ മിനിറ്റ്സ് മീഡിയ വണ്ണിന് ലഭിച്ചു. സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിനിന് മാത്രമേ അനുവദിക്കുള്ളൂ എന്നും ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കുന്നു. അലൈൻമെന്റ് മാറ്റാമെന്ന് കേരളയിൽ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരുന്നു. KR സാജു ചേരുന്നുണ്ട്. സാജു, ഇതിൽ ഈ നേരത്തെ തന്നെ ഈ കാര്യത്തിലൊക്കെ വിശദീകരണം കൃത്യമായി നൽകിയിരുന്നില്ല. പക്ഷേ ഈ ബ്രോഡ് ഗേജിൽ വേണമെന്നുള്ള ആ നയമാണ് ഇപ്പോൾ വ്യക്തമാവുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ്, ഇത് നടക്കില്ല എന്നാണോ റെയിൽവേ പറയുന്നത്? ധന്യ, ഇപ്പോൾ പുറത്തു വരുന്നത് ദക്ഷിണ റെയിൽവേയും അതുപോലെ തന്നെ കേരളയിലും തമ്മിൽ കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ തീരുമാനപ്രകാരം നടന്ന ഏറ്റവും അവസാനവട്ട ചർച്ചയുടെ മിനിറ്റ്സാണ്. ആ മിനിറ്റ്സിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം കേരളയിലെ സിൽവർ ലൈൻ പദ്ധതി എന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. ആ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന പാതയിൽ അത് നടക്കില്ല എന്ന് ദക്ഷിണ റെയിൽവേ തീർത്തു പറയുകയാണ് ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നു. ബ്രോഡ് ഗേജിൽ തന്നെ പാത വേണമെന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഇന്ത്യൻ റെയിൽവേയുടെ നയമാണ് എന്നാണ് ദക്ഷിണ റെയിൽവേ ആ യോഗത്തിൽ കേരളയിലിനെ അറിയിച്ചത്. ബ്രോഡ് ഗേജിൽ വിലപേശൽ നടക്കില്ല എന്നായിരുന്നു ദക്ഷിണ റെയിൽവേക്ക് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളയിലുമായി ചർച്ച നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് ഈ മിനിറ്റ്സിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് ബ്രോഡ് ഗേജിൽ വേണം എന്ന നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്നതായിരുന്നു റെയിൽവേയുടെ ഇക്കാര്യത്തിലെ നിലപാട്. അത് അതിശക്തമായി തന്നെ അവർ ആ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളയിൽ ഒരു വാദം പുറത്തെടുത്തിരുന്നു. സ്റ്റാൻഡേർഡ് ഗേജിൽ തത്വത്തിൽ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയതാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അതിനും അതിശക്തമായ മറുപടിയായിരുന്നു ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അനുമതി നൽകിയ ഏജൻസിക്ക് തന്നെ ആ അനുമതി തത്വത്തിലുള്ള അംഗീകാരം പിൻവലിക്കാൻ കഴിയുമെന്നായിരുന്നു കേരളയിലിനെ ഓർമ്മപ്പെടുത്തിയത്. അതായത് ഇതുവരെയുണ്ടായിരുന്ന ചർച്ചയുടെ സ്വഭാവമായിരുന്നില്ല ഡിസംബർ 6 നടന്ന ചർച്ചയുടേത്. അതാണ് ഏറ്റവും അവസാനം ദക്ഷിണ റെയിൽവേയും കേരളയിലുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന് കേരളയിൽ നൽകുന്നത്. അതിലാണ് അലൈൻമെന്റ് മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴും തത്വത്തിൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അതായത് കേരളയിലെ ഈ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയപ്പെടുന്ന രീതിയോട് ഒരർത്ഥത്തിലും റെയിൽവേ യോജിക്കുന്നില്ല. അവർ ബ്രോഡ് ഗേജ് പാത എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഈ മിനിറ്റ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഗുരുതരമായ തർക്കം ആ യോഗത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒന്ന് സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ്. 200 കിലോമീറ്റർ സ്പീഡ് എന്നത് അനുവദിക്കാനാവില്ല. 180 കിലോമീറ്ററിൽ അധികം സ്പീഡ് തീവണ്ടി പാതകൾക്ക് പറ്റില്ല എന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ നേരത്തെ തന്നെ അറിയിച്ചതാണ് എന്നായിരുന്നു ദക്ഷിണ റെയിൽവേ ഈ യോഗത്തിൽ എടുത്ത നിലപാട്. ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒപ്പം തന്നെ കേരളയിലിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളും ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ആ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 50% കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടിയുള്ള സ്ഥാപനമാണ് കേരളയിൽ തത്വത്തിൽ ഒറ്റയ്ക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ ആ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ബുള്ളറ്റ് ട്രെയിനുകൾ പോകാനുള്ള പാതയ്ക്ക് മാത്രമേ സ്റ്റാൻഡേർഡ് ഗേജ് അനുവദിക്കുകയുള്ളൂ. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നയം എന്ന കാര്യവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ, ഈ മിനിറ്റ്സ് ഒന്നൊന്നായി പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന അലൈൻമെന്റിലെ മാറ്റമോ അല്ലെങ്കിൽ ചില സാങ്കേതികമായ മാറ്റങ്ങൾക്ക് തയ്യാറാണ് എന്ന അറിയിപ്പോ ഒന്നും കൊണ്ട് പദ്ധതി ട്രാക്കിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തിച്ചേരേണ്ട നിഗമനം. കാരണം ഈ മിനിറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു മീറ്റിംഗിൻ്റെ സ്വഭാവത്തിൽ തന്നെ നടന്ന ചർച്ചയാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര കടുത്ത വാക്കുകൾ ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വിലപേശൽ പറ്റില്ല
എന്ന് വളരെ കർശന സ്വഭാവത്തോടു കൂടി ദക്ഷിണ റെയിൽവേയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥൻ ഈ യോഗത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അതായത് റെയിലിന്റെ സിൽവർ ലൈൻ പദ്ധതിയോട് ഇപ്പോഴുള്ള DPR പ്രകാരം യോജിച്ചു മുന്നോട്ട് പോകാൻ റെയിൽവേ തയ്യാറല്ല എന്നത് വളരെ വ്യക്തമാണ് ഈ മിനിറ്റ്സിൽ നിന്നും. അത് എത്ര വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെ ഈ DPRൽ മറ്റ് തരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറാണ് എന്നറിയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയധികം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ മിനിറ്റ്സ് വരുന്നത്. അപ്പം അത് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് റെയിലുമായി ബന്ധപ്പെട്ട്? റെയിലിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിൽവർ ലൈൻ പദ്ധതി ഈ അർത്ഥത്തിൽ നടക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീധരന്റെ പ്രപ്പോസൽ അടക്കമുള്ളവ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വരികയും അത് സംബന്ധിച്ച ചില ആശയവിനിമയങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുകയൊക്കെ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും സിൽവർ ലൈൻ പദ്ധതി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അലൈൻമെന്റിൽ റെയിൽവേയുടെ ഭൂമി ഒഴിവാക്കിക്കൊണ്ടുള്ള അലൈൻമെന്റ് കൊണ്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതികവും സാങ്കേതികവുമായ കാര്യത്തിൽ ചില മാറ്റങ്ങൾക്ക് തയ്യാറാണ് എന്നതടക്കമുള്ള റെയിലിന്റെ പുതിയ കത്തോ എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഈ തരത്തിലാണെങ്കിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ കേന്ദ്ര സർക്കാരിന്റെ നയമാണ് സ്റ്റാൻഡേർഡ് ഗേജ് ഒന്നത് ബുള്ളറ്റ് ട്രെയിനുകൾക്ക് മാത്രം മതി എന്ന നിലപാടാണ് റെയിൽവേ റെയിലിനെ അറിയിച്ചിരിക്കുന്നത്. അതാണ് റെയിൽ ഇതുവരെയും പറയാതിരുന്ന കാര്യം. വളരെ കൃത്യമാണ് ദക്ഷിണ റെയിൽവേ എടുത്തിരിക്കുന്ന നിലപാട്. അവർ സർക്കാരിന്റെ നയപരമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നയനിലപാടുകൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ ആ പദ്ധതിയുടെ കട്ടക്കൽ വെട്ടുക എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ കൃത്യമാണ്, വിലപേശൽ വേണ്ട, നിങ്ങൾ സ്റ്റാൻഡേർഡ് ഗേജിന്റെ കാര്യത്തിൽ ബ്രോഡ് ഗേജിലാണെങ്കിൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന സമീപനം വളരെ കൃത്യമായി ദക്ഷിണ റെയിൽവേ ആ യോഗത്തിൽ സ്വീകരിക്കുന്നുണ്ട്. മിനിറ്റ്സിൽ അക്കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി ഇങ്ങനെ നടക്കില്ല എന്നവർ പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഗേജിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് മാത്രമല്ല, ഇതാണ് സർക്കാരിന്റെ നയം, അതിനകത്ത് ഞങ്ങൾ ഒരുവിധ ചർച്ചയ്ക്കും വിലപേശലിനും ഒന്നും തയ്യാറല്ല, അത് വെച്ച് ചർച്ച മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് പെട്ടെന്ന് നിലപാടിൽ. നേരത്തെ ചെറിയ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കെങ്കിലും കടക്കാം എന്നുള്ളത് പോലെ ഒരു കാര്യമൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കാൻ ഞാൻ സാജുവിലേക്ക് വരാം.